രാജസ്ഥാനും ചെന്നൈയുമാണെന്ന് നേർക്കുനേരെ വന്നത്. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. രണ്ട് മാച്ച് അടുപ്പിച്ച് തോറ്റിട്ടാണ് രാജസ്ഥാൻ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ CSK രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് രാജസ്ഥാനായിരുന്നു. രാജസ്ഥാന് നല്ലൊരു തുടക്കമായിരുന്നില്ല ഇന്ന് ലഭിച്ചത്. തുടക്കത്തിൽ തന്നെ ജയ്സ്വാളിനെ നഷ്ടപ്പെട്ടു. കളിയുടെ മൂന്നാം ബോളിൽ തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. പിന്നീട് സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. സഞ്ജുവിനും ഇന്ന് വലുതായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വെറും 20 റൺസ് എടുത്ത് സഞ്ജു ഔട്ടായി. എന്നാൽ സഞ്ജു നിതീഷ് റാണയ്ക്ക് മികച്ചൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റാണയാണിന്ന് രാജസ്ഥാൻ ടീമിൽ ഞെട്ടിച്ചു കളഞ്ഞത്. വെറും 36 ബോളിൽ നിന്ന് 81 റൺസാണ് റാണ അടിച്ചുകൂട്ടിയത്. റാണ തന്നെയായിരുന്നു രാജസ്ഥാൻ ടീമിന് മികച്ച റൺസ് സമ്മാനിച്ചത്. 10 4ഉം 5 6ഉം റാണയുടെ ബാറ്റിൽ നിന്ന് പിറന്നു. പിന്നീട് റാണ ഔട്ടായ ശേഷം റിയാൻ പരാഗ് കുറച്ചു നേരം കളിച്ചു. പക്ഷേ പരാഗിന് വലിയ റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അവസാനമായപ്പോഴേക്കും രാജസ്ഥാന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എങ്കിലും രാജസ്ഥാൻ മികച്ച റൺസ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസാണ് രാജസ്ഥാൻ അടിച്ചുകൂട്ടിയത്. പിന്നീട് CSK സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ചെന്നൈക്ക് തുടക്കം തന്നെ അടിപതർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രവീന്ദ്ര ഡെക്കിലാണ് പുറത്തായത്. രവീന്ദ്രയുടെ വിക്കറ്റ് നേടി ആർച്ചറാണ് രാജസ്ഥാനെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പിന്നീട് രാഹുൽ ത്രിപാഠിയും ഋതുരാജും കൂടി CSK ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിനും അധികം ആയുസുണ്ടായിരുന്നില്ല. ഹസരംഗ വന്ന് രാഹുൽ ത്രിപാഠിയെ പുറത്താക്കി. പിന്നീട് ശിവൻ ദൂബെ അടിച്ചു കളിക്കാൻ ശ്രമിച്ചു. ദൂബെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. ദൂബെ വെടിക്കെട്ട് ആരംഭിച്ചപ്പോൾ CSK ആരാധകർ ആർത്തു വിളിച്ചു. എന്നാൽ ഹസരംഗയുടെ ബൗളിംഗിൽ റിയാൻ പരാഗ് ഒരു അവിശ്വസനീയമായ ക്യാച്ചാണ് ഇന്നെടുത്തത്. ഈ ഒരു ക്യാച്ച് കളിയിലെ ടേണിംഗ് പോയിന്റ് ആയി. ദൂബെ പുറത്തായപ്പോൾ CSK ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഋതുരാജ് ഗെയ്ക്വാദാണ് CSK ടീമിനെ മുന്നോട്ട് നയിച്ചത്. ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.